ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ചായക്കൊക്കെ സ്പെഷ്യലായി കഴിക്കാൻ പറ്റുന്ന മുട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിലേക്ക് 2-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം ഞാനൊരു ചെറിയ ഒനിയന് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. മീഡിയം സൈസ് ഒനിയനാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഒനിയനൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂണ് ഗാർലിക്കിൻ്റെ പേസ്റ്റുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി ചേർക്കുന്നുണ്ട്. നമ്മുടെ ചുവന്ന മുളക് ചതച്ചതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. ഗരം മസാല ഒക്കെ എങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി അതിന് ശേഷം ഞാൻ അതിലേക്ക് ഈ ഒനിയൻ്റെ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ക്യുമിൻ സീഡ് പൊടിച്ചതാണ് കേട്ടോ, നമ്മുടെ നല്ല ജീരകത്തിൻ്റെ പൊടി. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ ഉണ്ണി മാറ്റി വെച്ചിട്ടുണ്ട്. 5-6 മുട്ട ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പുഴുങ്ങിയിട്ട് ഉണ്ണി മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് നല്ല സ്മാഷ് ചെയ്തിട്ട് എടുക്കണം നമുക്ക്. ഇനി ഞാനിതിലേക്ക് നമ്മളെ മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തതാണ് അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ കറി ലീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ. നമ്മൾ ഈ സമയത്ത് ഇതിൽ ഉപ്പും എരിവും മസാലയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഞാൻ ഉണ്ടാക്കിയതിലൊക്കെ കറക്റ്റ് എരിവായിരുന്നു കേട്ടോ, കൂടുതലായിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ അതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം. ഇനി നമുക്കിത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5-6 ടേബിൾ സ്പൂണോളം മൈദ എടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ മുട്ടയപ്പം ഒന്നുകൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക, ഏതായാലും കുഴപ്പമില്ല. അതിന് ശേഷം നമുക്കിത് കട്ടിയിൽ കലക്കിയെടുക്കണം മാവ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം കട്ടിയിലാണ് കലക്കിയിട്ടുള്ളത്. കൺസിസ്റ്റൻസി ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ പുഴുങ്ങി വെച്ച എഗ്ഗിൻ്റെ വൈറ്റാണിത്. നമ്മൾ ഇതിൽ നിന്ന് ഉണ്ണിയെടുത്തിട്ടാണ് മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മസാല ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് നമ്മൾ ഉണ്ണിയിടുന്ന സ്ഥലത്തേക്ക് ഇതേപോലെ കുഞ്ഞു ബോളാക്കിയിട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണ്. ബാക്കിയെല്ലാതും ഇതേപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടയപ്പാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ എഗ്ഗൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ അധികം സ്പൈസി ഒന്നുമില്ല. അതേപോലെ നമുക്ക് നോമ്പൊക്കെ വരുമ്പോൾ വൈകുന്നേരത്ത് നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയിട്ടാണ്. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാ എഗ്ഗ് വൈറ്റിൻ്റെ ഉള്ളിലും നമ്മുടെ ഉണ്ണി ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിൽ നമ്മുടെ ഓരോ എഗ്ഗും ഇതുപോലെ മുക്കിയെടുക്കുകയാണ്. നല്ല കട്ടിയുള്ള മാവായ കാരണം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ അതാ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഓരോ എഗ്ഗ് ഇതുപോലെ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, മാവ് മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. അപ്പോൾ മാവിൻ്റെ കളറ് മാറരുത്, നമുക്ക് നമ്മുടെ മൈദയുടെ കളർ തന്നെ കിട്ടണം ഇതിന്. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ലുക്കിൽ കാണാൻ, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ച് ഇട്ടിട്ടുണ്ട്. ഒരു ഭാഗം കുക്കായി വരുമ്പോൾ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഭാഗം കുക്കായാൽ നമ്മൾ വറുത്തെടുത്തിട്ട് മാറ്റുക. ഇപ്പോൾ ഇതാ എല്ലാ എഗ്ഗും ഞാൻ അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, നല്ല രസമുണ്ട് കഴിക്കാനും, അധികം എരിവൊന്നുമില്ല, വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതാ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, വൈകുന്നേരമൊക്കെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഇതായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.